ിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഷെയ്ക്ക് ചെറിയ അനുഭവപ്പെടും, അവർക്ക് പേടി മനസ്സിൽ തോന്നും. പക്ഷെ ഒരു കാരണം വെച്ചാലും സൈക്കിളോ ആളോ താഴെ പോകില്ല. കോട്ടക്കുന്നായിരുന്നു മലപ്പുറത്തിന്റെ ഉയരം. അതിലും ഉയരത്തിലാണ് ഈ സാഹസിക യാത്ര. അല്പം പേടിയോടെ ആർക്കും സൈക്കിൾ ചവിട്ടാം. ഈ സൈക്കിള് നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിൽ റിമ്മില് ടയർ എടുത്ത് കളഞ്ഞ് റോപ്പിൽ മൂവ് ചെയ്യാവുന്ന രീതിയിൽ സ്മൂത്ത് ആക്കിക്കൊണ്ട് റബ്ബർ ബുഷ് ഇട്ടുകൊണ്ട് ഇതേപോലെ മുഴുവൻ ആക്ടിവിറ്റീസിലുള്ള എല്ലാ ഇതും കണക്ട് ചെയ്യുന്ന ആൾക്കാരെ അവരെ ഇത് ആളുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ആളൊരു വശം സൈക്കിൾ താഴെ വീടില്ല. ഇതുപോലെ ഹാർനസ് ഇട്ട് അവരെ ഇതിലേക്ക് റോപ്പ് കണക്ട് ചെയ്ത് ഇത് ട്രാക്ക് പുള്ളി ചെറിയ പുള്ളിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആളൊരിക്കലും താഴെ പോകുന്നില്ല. അതുപോലെ സൈക്കിളും ഇതുപോലെ നമുക്ക് കാണാം, ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ടാൻഡം പുള്ളി ഇട്ട് കാരവൻ ഇട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഒരു കാരണവശാലും ആൾക്കാർ താഴെ പോകുന്നില്ല. അപ്പം ഇതിന് സ്കൈ സൈക്കിൾ എന്നാ പറയാ. സിപ്പ് ലൈനുകളാണ് മറ്റൊരു ആകർഷണീയത. 4 വേഗതയിലുള്ള സിപ്പ് ലൈനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 32 അടി ഉയരത്തിൽ സ്കൈവാക്കുമുണ്ട്. കണ്ണാടി പാലത്തിലൂടെ നടന്ന് മലപ്പുറത്തെ കാണാം. സ്കൈ ചാലഞ്ചാണ് മറ്റൊന്ന്. 18 ഹൈറോപ്പ് കോഴ്സുകളാണുള്ളത്. 3 ഉയരങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ക്രമീകരണം. ഏകാഗ്രതയും നിയന്ത്രണവും അത്യാവശ്യം. ഒരേ സമയം 30 പേർക്ക് കയറാം. അത്ര സാഹസികത ആവശ്യമില്ലാത്ത സോർബ് ഫുട്ബോളുമുണ്ട് ഇവിടെ. കാറ്റു നിറച്ച വലിയ പന്തുകളിൽ കയറിയാണ് ഈ കളി. പെയിന്റ് ബുള്ളറ്റുകളും തോക്കും ഉപയോഗിച്ചുള്ള പെയിന്റ് ബോളും കളിക്കാം. കേരളത്തിലെ ആദ്യത്തെ കൃത്രിമ സാഹസിക പാർക്കാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. ക്യാമറാമാൻ സുജി പട്ടാമ്പിക്കൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.